ഇന്ന് നമ്മളൊരു അടിപൊളി ബീഫ് റോസ്റ്റാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. നല്ല ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു ബീഫ് റോസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോളം ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിന് ചെറിയ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ 1 സ്പൂൺ കുരുമുളക്. ഗരം മസാലയും കുറച്ച് വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി കറിവേപ്പിലയാണ്. അതിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ചതച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ സവോള ഞാൻ 2 എണ്ണമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ കുറച്ച് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ബാക്കി സവോള നമുക്ക് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടതാണ്. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മളിത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വിസിലടിച്ചെടുക്കാനായിട്ട്. ഈ ബീഫ് വേവുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു 6 വിസിൽ ആവശ്യമാണ്. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് 6 വിസിലടിക്കാൻ വേണ്ടി വെക്കണം. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ബീഫ് ആയതുകൊണ്ട് കുറച്ച് വെള്ളം ഇതിനകത്ത് ഇറങ്ങിക്കോളും. നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അധികം വെള്ളമൊന്നും ഇല്ലാതെ നല്ല കറക്റ്റ് പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കേണ്ട ഇതിൻ്റെ മസാലയാണ്. അതിന് വേണ്ടിയൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് പെരിഞ്ജീരകമാണ്. നമ്മുടെ ഈ റോസ്റ്റും ഡ്രൈയും പോലെയുള്ള ഇങ്ങനത്തേക്ക് നമ്മൾ കുറച്ച് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. അതിനുശേഷം ഇത് നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. മൂപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ ബാക്കി ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സവോള ഇട്ട് കൊടുക്കാം. ബാക്കി വന്ന സവോള ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ നീളത്തിൽ ചെറിയ കട്ട് കുറച്ചിട്ട് അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ റോസ്റ്റിനൊക്കെ ഇങ്ങനെ ഇടുന്നതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. കാരണം ഇത് കടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ടേസ്റ്റ്, നല്ല ഒരു സ്വാദാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ അരിഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് സവോള ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ ഇട്ട് കൊടുക്കാം. നല്ല സ്പൈസിയൊക്കെ വേണ്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തൊക്കെ പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഒരു പച്ചമുളക് ലാസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള തേങ്ങാക്കൊത്താണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുമാത്രമല്ല, നമ്മൾ ഇതിനകത്തേക്ക് അധികം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാനായിട്ട് പാടില്ല. അധികം ആയാലും ഇതിൻ്റെ സ്വാദ് വേറെയാണ്. അപ്പം നമുക്ക് കുറച്ച് 2-3 കഷ്ണം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷമാണ് നമ്മൾ മസാലകൾ ആഡ് ചെയ്യുന്നത്. ഞാൻ പിന്നെയും 1 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സ്പൈസസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യം പോലെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എരിവൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ പക്ഷേ അധികം സ്പൈസി അല്ലാത്ത രീതിയിലാണ് ആക്കിയെടുക്കുന്നത്. പിന്നെ ഒരു 1/2 സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം.
ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, അധികം ചാറൊന്നും ഇല്ലാണ്ടാണ് നമ്മൾ ബീഫ് വേവിച്ചതിന് ശേഷം വന്നത്. നമുക്ക് റോസ്റ്റ് ഏകദേശം ഇതൊരു പെരളൻ രീതിയിലാണ് കിട്ടേണ്ടത്. നന്നായിട്ട് മസാലയും ഉള്ളിയൊക്കെ ആയിട്ട് നമുക്കൊന്നിത് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് വേവിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ മല്ലിയിലേൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ മല്ലിയിലയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുഴപ്പമില്ല. എൻ്റെ അടുത്ത് ഇപ്പോൾ മല്ലിയില ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാനിത് ആഡ് ചെയ്യാണ്ടിരുന്നത്. എന്നിട്ട് നമുക്ക് ഒന്നും കൂടെ ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ബീഫ് റോസ്റ്റ് നല്ല ടേസ്റ്റാണ്. ഈവൻ വെറുതെ പോലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.